തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃത രചന നിർവഹിക്കേണ്ട മാസ്റ്റർ മഹാശയനെ എങ്ങനെയാണ് ഭഗവാൻ ഓരോ ഘട്ടത്തിലും ഒരുക്കിയെടുക്കുന്നത്? തൻ്റെ സംഭാഷണങ്ങൾ വരും കാലത്തിന് വേണ്ടി എഴുതി വെക്കേണ്ട ആളാണ് അത്. അപ്പോൾ ഇനി ഈ ലോകം അറിയാൻ പോകുന്നത് മാസ്റ്റർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്തയുടെ ലിഖിതങ്ങളിലൂടെയാണ്. അപ്പം അതിന് വളരെ പ്രാധാന്യം ഭഗവാൻ നൽകുന്നുണ്ട്. അപ്പം അതിന് തയ്യാറാക്കിയെടുക്കേണ്ട ആ വ്യക്തിയെ അതിന് തക്ക ഒരു പ്രാപ്തിയുള്ളവനാക്കി മാറ്റേണ്ട ഒരു ഘടന കൂടെ ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്, ഈ തിരഞ്ഞെടുത്ത ആൾ ഇതുവരെ ഒന്നും എഴുതിയിട്ടുള്ള ആളല്ല. എഴുത്ത് അങ്ങനെ ഒരു എഴുത്തുകാരനല്ല, സാധാരണ ഒരു അധ്യാപകൻ. അപ്പോൾ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ആളെ അതിന് പരിഭാഗപ്പെടുത്തേണ്ട ഓരോ ഘട്ടങ്ങളുണ്ട്. അതാണ് ഇനി ഈ വചനാമൃത രചനയുടെ അടുത്ത ഭാഗം നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് ഭഗവാൻ ഒരുക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വന്നു, പരിചയപ്പെട്ടു, കുടുംബകാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. കൽക്കട്ടക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ് നടന്നത്. നമ്മളിപ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയില്ല, ഐസ് ബ്രേക്കിംഗ് സെഷൻ. അപ്പോൾ തുടക്കത്തിൽ ഈ ഐസ് ബ്രേക്കിംഗ് സെഷനാണ് നടത്തിയത് ഭഗവാൻ. എത്ര ഗംഭീരമായിട്ട് ഭഗവാന്റെ ആ മോട്ടിവേഷൻ എങ്ങനെയാണ്, എത്ര ശാസ്ത്രീയമായിട്ടാണ് ഭഗവാൻ അത് നിർവഹിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളിൽ തീരെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളിൽ ആ ക്രിയേറ്റിവിറ്റിയുടെ ഘടകങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം അതുമുതൽ പരിശ്രമത്തിലാണ് ഭഗവാൻ. എത്ര കൃത്യമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് ഓരോ ഘട്ടത്തിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗം കഴിയുമ്പോഴേക്കും പിന്നെ ഇനി ഗൃഹസ്ഥ ഭക്തന്മാരെ പരിചയപ്പെടുത്താം എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. ഇനി അടുത്ത് വരുന്നത് അങ്ങനെയാണ്. ഇനി ഗൃഹസ്ഥ ഭക്തന്മാരെ പരിചയപ്പെടുത്തലാണ്. അപ്പോൾ അതിലാദ്യം പരിചയപ്പെടുത്തുന്ന ഗൃഹസ്ഥ ഭക്തൻ ബൽറാം ബോസാണ്, ബൽറാം ബസു. ആദ്യം ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഗൃഹസ്ഥ ഭക്തൻ ബൽറാം ബസുവാണ്. അദ്ദേഹം ബോസ്പാറയിലാണ് താമസിക്കുന്നതെന്നും അവിടേക്ക് വരാനൊക്കെ പറഞ്ഞ് ഉള്ള കഴിഞ്ഞ തവണ നമ്മളത് ആദ്യ ഭാഗത്ത് ആ ഭാഗം വായിച്ചതാണ് നമ്മൾ. അപ്പം അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ വന്നാൽ കയറാൻ പറ്റുമോ എന്നുള്ള മാസ്റ്റർ മഹാശയൻ്റെ സംശയമൊക്കെ നമുക്ക് ഈ വചനാമൃതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ കാണാം.
അപ്പോൾ ആദ്യം ബലറാം ബസുവിന് അത് മാർച്ച് 11 ശനിയാഴ്ചയാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. ബലറാം ബസുവിൻ്റെ വീട്ടിൽ ഭഗവാൻ പോകുന്നതും മാസ്റ്റർ മഹാശയനെ അവിടെ വരാൻ പറയുന്നതും മാർച്ച് 11 ശനിയാഴ്ച. അത് ഈ ഡേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് ഇനി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഡേറ്റുകൾക്ക് വളരെ പ്രാധാന്യം എന്നുള്ളത്. ഇനി ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാം ഘട്ടം അങ്ങനെയാണ് ഭഗവാൻ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ഡേറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ഫെബ്രുവരി 26. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഗൃഹസ്ഥ ഭക്തന്മാർ ഇതിനിടയ്ക്ക് പല സന്ദർഭങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ മാർച്ച് 11 ആദ്യമായി ദക്ഷിണേശ്വരത്തിന് പുറത്ത് ആദ്യമായിട്ട് മാസ്റ്റർ മഹാശയനെ ക്ഷണിക്കുന്നത്, വരാൻ പറയുന്നത്. അത് മാർച്ച് 11. അപ്പോൾ ആ മാർച്ച് 11 വരെ, അതായത് ഫെബ്രുവരി 26 മുതൽ മാർച്ച് 11 വരെയുള്ള സന്ദർഭം, 11 മുൻപ് ഉള്ള സന്ദർഭം വരെ ദക്ഷിണേശ്വരത്തുള്ള കാര്യങ്ങളാണ്. ദക്ഷിണേശ്വരത്തിന് പുറത്ത് കൽക്കത്തയിലേക്ക് ഭഗവാൻ തൻ്റെ എഴുത്തുകാരനെ നയിക്കുകയാണ് ആദ്യമായിട്ട്. കാര്യം ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരെ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർച്ച് 11 ശനിയാഴ്ച ബോസ്പാറയിൽ ബലറാം ബസുവിൻ്റെ വീട്ടിൽ വരാൻ പറയുന്നത്. ഈ ആദ്യഘട്ടം അവസാനിക്കുന്നത് ഏപ്രിൽ 2 ഞായറാഴ്ചയാണ്. ഏപ്രിൽ 2, അതായത് ഫെബ്രുവരി 26 ആരംഭിച്ച ആദ്യഘട്ടം അവസാനിക്കുന്നത് ഏപ്രിൽ 2 ഞായറാഴ്ചയാണ്. അതായത് ഏപ്രിൽ 2 ഞായറാഴ്ച എന്ന് പറയുന്നത് കേശവചന്ദ്ര സേൻ്റെ വീട്ടിലാണ്, കമലാക്കുടിയിൽ ലില്ലി കോട്ടേജ്. അപ്പോൾ കമലാക്കുടിയിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്, മാസ്റ്റർ മഹാശയനെയും കൂടെ കൊണ്ടുപോകുന്നത് ഏപ്രിൽ 2 ഞായറാഴ്ച. അപ്പോൾ ഏപ്രിൽ 2 അപ്പോൾ ഫെബ്രുവരി 26 മുതൽ ഏപ്രിൽ 2 ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് ആദ്യഘട്ടം. അപ്പോൾ ഇത് എത്ര ദിവസമായിരിക്കും? 36 ദിവസമാണ്. ഫെബ്രുവരി 26 മുതൽ ഏപ്രിൽ 2 വരെ എന്ന് പറയുമ്പോൾ 36 ദിവസമാണ്. ഈ ഫെബ്രുവരിക്ക് 28 ദിവസമാണുള്ളത്. 1882 ഫെബ്രുവരി എന്ന് പറയുന്നത് 28 ദിവസമാണ്. അപ്പോൾ അത് കണക്കാക്കുമ്പോൾ 36 ദിവസം, ഫെബ്രുവരി 26 മുതൽ ഏപ്രിൽ 2 ഞായറാഴ്ച വരെയുള്ള ദിവസം കണക്കാക്കിയാൽ 36 ദിവസം. ഇതാണ് ആദ്യഘട്ടം. അതായത് ഭഗവാനെ കണ്ടിട്ട് ഈ 36 ദിവസത്തെ ആണിപ്പോൾ ഭഗവാനുമായിട്ട് മാസ്റ്റർ മഹാശയനുള്ള ബന്ധം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിലെ ബന്ധം എന്ന് പറയുന്നത് ഈ 36 ദിവസമാണ്. ഈ 36 ദിവസത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് മാസ്റ്റർ മഹാശയൻ ഭഗവാനെ കണ്ടിട്ടുള്ളത്? ഇത് ഭഗവാൻ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. തന്നെ ഈ മഹേന്ദ്രനാഥ ഗുപ്ത കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഭഗവാൻ നോട്ട് ചെയ്യാന്ന് വെച്ചാൽ കടലാസിൽ നോട്ട് ചെയ്ത് വെക്കാമെന്നല്ല, ഭഗവാൻ അത് കണക്കാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കണക്കിന് ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ ആകെ 8 ദിവസമാണ് ഇവർ കണ്ടിട്ടുള്ളൂ പരസ്പരം. 36 ദിവസമാണ് പരിചയപ്പെട്ടത് മുതൽ ഏപ്രിൽ 2 വരെ വരുമ്പോൾ 36 ദിവസത്തിൽ ആകെ 8 ദിവസം മാത്രമേ മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ അടുത്ത് പോയിട്ടുള്ളൂ. 8 ദിവസം. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു മാസത്തോളം പരസ്പരം കണ്ടിട്ട് പോലുമില്ല. ഇതാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ഫെബ്രുവരി 26 ഞായറാഴ്ച ആദ്യമായി വന്ന് കാണുന്നു. അതാണ് ആദ്യത്തെ കാഴ്ച. അത് ഫെബ്രുവരി 26. അപ്പം അന്ന് അവസാനിക്കുമ്പോൾ, ഫെബ്രുവരി 26 അവസാനിക്കുമ്പോൾ ഭഗവാനോട് മാസ്റ്റർ മഹാശയൻ പറയുന്നത്, ഇനി ഞാൻ നാളെയോ മറ്റന്നാളോ വരാം എന്നാണ്. ഒന്നുകിൽ നാളെ വരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വരാം എന്നാണ് മാസ്റ്റർ മഹാശയൻ മനസ്സിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് ദ്വിതീയ ദർശനത്തിൽ വരുന്നത്. അത് ഫെബ്രുവരി 26 ശേഷം ഒന്നുകിൽ 27-ാം തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ 28 ആയിരിക്കാം. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. അത് നാളെയോ മറ്റന്നാളോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ്വിതീയ ദർശനത്തിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ 27 ആയിരിക്കാം, അല്ലെങ്കിൽ 28 ആയിരിക്കാം. അതായത് ആ മാസം അവിടെ തീരുകയാണ്, ഫെബ്രുവരി അവിടെ തീരുകയാണ് 28ഓടുകൂടി. അപ്പോൾ ആ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഇതാണ് ദ്വിതീയ ദർശനം.
ഈ ദ്വിതീയ ദർശനത്തിലാണ് മാസ്റ്റർ മഹാശയന് അഹങ്കാരത്തിന് കൊട്ടുകിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് ഈ ദ്വിതീയ ദർശനത്തിലാണ്. പിന്നീട് മൂന്നാമത്തെ ദർശനം എന്ന് പറയുമ്പോഴേക്കും മാർച്ച് 5 ഞായറായി. 27 അല്ലെങ്കിൽ 28 ഫെബ്രുവരിയോടുകൂടി കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റർ മഹാശയൻ ഭഗവാനെ ദക്ഷിണേശ്വരത്ത് ചെന്ന് കാണുന്നത് മാർച്ച് 5-നാണ്. അതൊരു ഞായർ. കാരണം വെച്ചാൽ ഒരു ഞായർ കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചയെ പറ്റുള്ളൂ. കാരണം ഇദ്ദേഹം സ്കൂളിൽ പോകുന്ന അധ്യാപകനായതുകൊണ്ട് ഈ വീക്കെൻഡിൽ മാത്രമേ കാണാൻ ചെല്ലാൻ അങ്ങനെയാണല്ലോ. മാസ്റ്റർ മഹാശയൻ ആദ്യമൊക്കെ വീക്കെൻഡിലാണ് കണ്ടുപോകുക. പലരും വീക്കെൻഡിലാണ് ഭഗവാനെ ശനിയോ ഞായറോ ഒക്കെ ആയിട്ടാണ് കാണാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് മാർച്ച് 5 ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച, അതാണ് തൃതീയ ദർശനം ഉണ്ടാകുന്നത്. ഈ ദർശനത്തിലാണ്, ഈ തൃതീയ ദർശന സമയത്താണ് നരേന്ദ്രനെ ആദ്യമായി കാണുന്നത്. അപ്പോൾ നരേന്ദ്രന് 19 വയസ്സുണ്ട്. മാസ്റ്റർക്കപ്പോൾ 27 വയസ്സ്. 27 വയസ്സ് പിന്നെ 7 മാസവും കൂടെ ആയി. ഏതാണ്ട് 28 ആവാറായി. 27 വർഷവും 7 മാസവും കൂടെ ആയി പ്രായം മാസ്റ്റർക്ക്. നരേന്ദ്രന് 19 വയസ്സാണ്. അപ്പോൾ ഈ നരേന്ദ്രനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ ആദ്യം മനസ്സിലാക്കുന്നത് ഈ മാർച്ച് 5-ന് വരുന്ന ദർശനത്തിന്, 5-ന് ദക്ഷിണേശ്വരത്ത് വരുന്ന സന്ദർഭത്തിലാണ്. അപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ തന്നെ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. 19 വയസ്സുള്ളൊരു യുവാവാണെന്ന് മനസ്സിലാക്കുന്നു. കോളേജിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ബ്രഹ്മസമാജത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് ബ്രഹ്മസമാജ അംഗമാണ്, അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്നിട്ട് മാസ്റ്റർ മഹാശയൻ തന്നെ നരേന്ദ്രനെ ഒന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ തേജോദീപ്തങ്ങൾ എന്നാണ് എഴുതിയത്. നരേന്ദ്രനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ ആദ്യം എഴുതുന്ന വാക്കതാണ്. വാക്കുകൾ തേജോദീപ്തങ്ങൾ, കണ്ണ് രണ്ടും ഉജ്ജ്വലം, ഭക്തൻ്റെ മുഖം. ഇതാണ് മാസ്റ്റർ മഹാശയൻ ആദ്യമായി നരേന്ദ്രൻ എന്ന യുവാവിനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അവിടെ നടന്ന ആ സന്ദർഭത്തിൽ നടന്ന അവർ തമ്മിൽ ഭഗവാനുമായിട്ടുള്ള നടന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, വിഷയാസക്തരായവർ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ആക്ഷേപിക്കുകയാണ് സാധാരണ ചെയ്യുക. വിഷയാസക്തർ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും, ഈ ഭക്തിയുള്ളവരെ, ഈശ്വരഭക്തിയുള്ളവരെ ആക്ഷേപിക്കലാണ് വിഷയാസക്തരുടെ പണി. ദുഷ്ടന്മാരായവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയായിരുന്നു ആ സംസാരം. അതായിരുന്നു നരേന്ദ്രനുമായിട്ട് ഭഗവാൻ നടത്തിയ സംഭാഷണത്തിൻ്റെ ആദ്യ ഒരു ഷോർട്ട് നോട്ടെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നരേന്ദ്രൻ്റെ വീര്യം വ്യക്തമാക്കുന്ന സംഭാഷണമാണ് അവിടെ മാസ്റ്റർ കേൾക്കുന്നത്. മാസ്റ്റർ മഹാശയൻ ആ കേൾക്കുന്നത് നരേന്ദ്രൻ്റെ വീര്യം. ഭഗവാൻ ചോദിക്കുന്നത് നമുക്കറിയാം. ഭഗവാൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ ആനയെ കണ്ട് പട്ടി വരയ്ക്കുമ്പോൾ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ആ ഭാഗമാണ് ഈ പറയുന്നത്. അപ്പോൾ അത്രയും വീര്യം വ്യക്തമാക്കുന്ന ഒരു സംഭാഷണമാണ് നരേന്ദ്രൻ്റേതെന്ന് മാസ്റ്റർ മഹാശയൻ നോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ശ്രീരാമകൃഷ്ണദേവൻ ഇതുവരെ ഈ ദ്വിതീയ ദർശനം വരെ, അതായത് ഈ മാർച്ച് 5-ന് മുമ്പ് ദ്വിതീയ ദർശനം നടത്തിയത് വരെയുള്ള ആ 2 സന്ദർഭത്തിലും മാസ്റ്റർക്ക് ശ്രീരാമകൃഷ്ണദേവനെ പൂർണ്ണമായും ധരിച്ചു വെച്ചത് വളരെ ഗൗരവപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരാളാണെന്നാണ്, ആ അർത്ഥത്തിലാണ് മാസ്റ്റർ മഹാശയൻ ധരിച്ചു വച്ചിരുന്നത്. ഈ തൃതീയ ദർശനം വന്ന സന്ദർഭത്തിലാണ് ഭഗവാന്റെ ആ സരളമായ സംഭാഷണ ശൈലിയുമെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഇതേവരെ ആധ്യാത്മികത എന്നൊരു വിഷയത്തെ സംബന്ധിച്ച് ഇത്രയും സരളമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നത് മാസ്റ്റർ മഹാശയൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അതാണ് ശ്രീരാമകൃഷ്ണദേവൻ മനോഹരമായ കഥയിലൂടെയാണ്, ഈ തൃതീയ ദർശനത്തിലാണ് ഭഗവാൻ ആ കഥയൊക്കെ പറയുന്നത്. അതാദ്യമായിട്ട് ഭഗവാൻ പറയുന്ന കഥ, മനോഹരമായ കഥ കേൾക്കുന്നത് ഈ തൃതീയ ദർശനത്തിലാണ്. അതിലാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ആനനാരായണൻ്റെ കഥയും, പിന്നെ സർപ്പം കാലികൾ മേയ്ക്കുന്ന അവരെ അയർക്കിടാങ്ങളെ സർപ്പം ഉപദ്രവിക്കാൻ ചെല്ലുന്നു, ആ സർപ്പത്തെ ഒരു സന്യാസി ഉപദേശിക്കുന്നതായിട്ടുള്ള ആ കഥകൾ, അത് നമുക്കറിയാം. പിന്നീട് അതിൻ്റെ ആ മനോഹരമായ കഥകൾ പറഞ്ഞ് അത് ചെന്നെത്തുന്നത് ആധ്യാത്മികതയുടെ അത്യുന്നതമായൊരവസ്ഥയിലേക്കാണ്. അവിടെ വെച്ചാണ് ഭഗവാൻ പറയുന്നത് 4 തരം ജീവന്മാരെക്കുറിച്ച് പറയുന്നത്. ബദ്ധൻ, മുമുക്ഷു, മുക്തൻ, പിന്നെ നിത്യമുക്തൻ. ഈ 4 തരം ജീവന്മാരെക്കുറിച്ച് ഭഗവാൻ. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് മാസ്റ്റർ മഹാശയൻ നോക്കണം. മാസ്റ്റർ മഹാശയൻ ഇത് വളരെ അടുക്കോടുകൂടി
ആ ആധ്യാത്മികതയുടെ ആ പകർത്തിയെഴുത്ത്, ഭഗവാന്റെ ആ അമൃതവാണികളുടെ പകർത്തിയെഴുത്ത് വളരെ ക്ലാരിറ്റിയോടുകൂടി എന്നാൽ ഏറ്റവും കൃത്യമായ രീതിയിലാണ് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിലാണ് ഇനി ഓരോരുത്തരെയും മാസ്റ്റർ മഹാശയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അതിലാദ്യം വരുന്ന ആളാണ് കേദാരനും പ്രാണകൃഷ്ണനും ഒക്കെ വരുന്നത്. പിന്നീട് പ്രാണകൃഷ്ണൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. മാസ്റ്റർ മഹാശയൻ ഭഗവാനെയും കൂട്ടി പ്രാണകൃഷ്ണൻ്റെ വീട്ടിൽ പോകുന്നതൊക്കെ പിന്നെ തൊട്ടടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നിവരെ പരിചയപ്പെടുത്തും. അപ്പോൾ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി വരികയാണ്. പിന്നീട് ഈ പ്രാണകൃഷ്ണൻ്റെ വീട്ടിൽ പോവുകയും അവിടെ വെച്ചാണ് രാമചന്ദ്രദത്ത, മനോമോഹൻ മിത്ര, അതേപോലെ തന്നെ സുരേന്ദ്രനാഥ മിത്ര, അദ്ദേഹത്തിൻ്റെ അനിയൻ ഗിരീന്ദ്രനാഥ മിത്ര തുടങ്ങിയവരെയൊക്കെ, അപ്പം അങ്ങനെ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരെയൊക്കെ പതുക്കെ ഭഗവാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇതൊക്കെ ഈ സന്ദർഭത്തിലാണ്. മാത്രമല്ല ഈ ഹോമപക്ഷിയുടെ കഥ പറയുന്നു. ഇങ്ങനെ കുറേ, അതായത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാസ്റ്റർ മഹാശയൻ ഇതുവരെ അനുഭവിക്കാത്തൊരു അനുഭൂതി തലത്തിലേക്ക് തൻ്റെ എഴുത്തുകാരനെ കഥ പറച്ചിലുകാരനാക്കി മാറ്റുകയാണ്. അതാണ് ഭഗവാന്റെ ഉദ്ദേശം. ഒരു തൻ്റെ അമൃതവാണിയുടെ എഴുത്തുകാരനെ ഒരു കഥ പറച്ചിലുകാരനാക്കണം. അപ്പം അതിന് ഭഗവാൻ ആ മാസ്റ്റർ മഹാശയനെ കൂടെ ഇരുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഭഗവാൻ ആ കഥകൾ പറയുന്നത്. അപ്പോൾ ആ കഥ പറയുന്ന രീതി ശ്രവിച്ചാൽ മാത്രം മതി ഒരു എഴുത്തുകാരനുമല്ലാത്ത ഈ ജീവചരിത്രകാരനാകേണ്ട ആൾക്ക് സ്വയം ഒരു എഴുത്തുകാരനായി മാറാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഭഗവാൻ ഒരുക്കി കൊടുക്കുന്ന ഇതാണ്. ഈ സന്ദർഭത്തിലാണ് ഈ സമാധി അവസ്ഥ എന്താണെന്നൊക്കെ ആദ്യം നേരിട്ട് കാണുന്നതൊക്കെ ഈ സന്ദർഭത്തിലാണ്. അപ്പം ഇതുവരെ ഒന്നിച്ചിരുന്നവർ അങ്ങ്, അപ്പോൾ ഈ തൃതീയ ദർശനത്തിൽ ഈ ഒന്നിച്ചിരുന്നവരെല്ലാം കൂടെ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ മാസ്റ്റർ മഹാശയനും നടക്കാൻ ഇറങ്ങിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നരേന്ദ്രൻ അവിടെ വടക്ക് വശത്തെ വരാന്തയിൽ നരേന്ദ്രൻ്റെ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ അങ്ങോട്ട് ചെന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ 4 ഭക്തന്മാർ കൂടി നിൽപ്പുണ്ട്. ഭഗവാൻ അവിടെ അങ്ങനെ ഭഗവാന്റെ നേരെ നോക്കിയപ്പോൾ കണ്ണിമ പൂട്ടുന്നില്ല. മാസ്റ്റർ മഹാശയൻ അതാണ് എഴുതിയിരിക്കുന്നത്, കണ്ണിമ പൂട്ടുന്നില്ല, ശ്വാസമുണ്ടോ എന്ന് സംശയം. സംഗതി അന്വേഷിച്ചപ്പോഴാണ് ഒരു ഭക്തനാണത് പറഞ്ഞു കൊടുത്തത്. ഇതിനാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ തുടങ്ങുന്ന 1-ാം അധ്യായത്തിൽ മാസ്റ്റർ മഹാശയൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം 1-ാം അധ്യായത്തിൽ ആദ്യ ദർശന സമയത്ത് മുറിയിൽ ആദ്യമായി ഭഗവാനുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അന്യമനസ്കനാവുന്നത് കണ്ടു എന്ന് മാസ്റ്റർ മഹാശയൻ എഴുതുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അന്യമനസ്കനാവുന്നത് കണ്ടു എന്ന് എഴുതുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ മാസ്റ്റർ മഹാശയൻ ഒരു അടിക്കുറിപ്പ് പോലെ എഴുതുന്നുണ്ട്, ഇതിൻ്റെ പേരാണ് ഭാവസമാധി എന്ന് പിന്നീട് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇപ്പം ഈ കണ്ടതാണ് പിന്നീട് അറിഞ്ഞു. അപ്പോൾ അതാണ് പറഞ്ഞത് ഇത്. അപ്പോൾ പിന്നീട് അറിഞ്ഞു എന്നാണ് മാസ്റ്റർ ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മേൽപ്പറഞ്ഞ ഒരു ഈ കാഴ്ചയാണ് ആദ്യമേ മാസ്റ്റർ മഹാശയൻ അവതരിപ്പിച്ചത്. ഈ തെക്കേ വരാന്തയിൽ നിന്ന് വടക്കുവശത്തെ വരാന്തയിൽ നിന്ന് ഭഗവാൻ ഈ നരേന്ദ്രൻ്റെ പാട്ട് കേൾക്കുന്നതിനിടയിൽ ഉണ്ടായ ഈ ഭാവസമാധിയുടെ കാര്യമാണ്, ഇതാണ് ഭാവസമാധി എന്ന് ഉള്ള ആ ഒരു അവസ്ഥ, ഇതാണ് എക്ടസി എന്നുള്ള അവസ്ഥ ഇതാണ് എന്ന് മാസ്റ്റർ മഹാശയൻ 1-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുമ്പോൾ പിന്നീട് അറിഞ്ഞു എന്നാണ് അതിനകത്ത് എഴുതുന്നത്. ഈ പിന്നീട് അറിഞ്ഞു എന്നുള്ളത് ഇതാണ്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഇതിൻ്റെ ആ ഭഗവാന്റെ മുഴുവൻ കഥയെയും തൻ്റെ ജീവിതത്തിലുണ്ടായ ഭഗവാനുമായിട്ടുണ്ടായിരുന്ന മുഴുവൻ അനുഭവങ്ങളെയും എത്ര കൃത്യമായി ഓർത്താണ് അതിൻ്റെ മുഴുവൻ ഓരോ ഘട്ടത്തിലും ആദ്യം വായനക്കാർക്ക് ഒരു ഇൻഡിക്കേഷൻ തന്നുകൊണ്ടാണ് ഈ വചനാമൃതം പോകുന്നത്. എല്ലാം അങ്ങനെയാണ്. ഈ തുടർന്ന് വരുന്ന ഓരോ ഭാഗം നമ്മൾ നോക്കുമ്പോഴും പിന്നീട് വരുന്ന പല കാര്യങ്ങളുടെയും ഒരു സൂചകങ്ങൾ ഇതിനകത്ത് കാണാം, തുടക്കത്തിൽ കാണാം. അത് ആദ്യം ഒരു സൂചന തന്നതിന് ശേഷം അപ്പോഴത് വിവരിക്കില്ല, പിന്നീടാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് എല്ലാം വന്നിരിക്കുക. തുടർച്ചയായിട്ട് നമുക്കത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. തുടക്കത്തിൽ ഇപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം, അത് മലയാളത്തിൽ അങ്ങനെയല്ല വന്നത്, പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ തവണത്തിൽ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ബംഗാളിയിലും ഇംഗ്ലീഷിലും ഈ ഗോസ്പൽ തുടങ്ങുന്ന സമയത്ത് തന്നെ കുക്ക് സാഹിബും കേശവചന്ദ്രസേനും ഒരുമിച്ച് സ്റ്റീം ബോട്ടിൽ പോകുന്ന കാര്യം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വരിയിലുണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വരുന്നത് പിന്നീടാണ്.
പക്ഷെ അതിൻ്റെ സൂചകം കൊടുത്തിരിക്കുന്നത് 1-ാം അധ്യായത്തിലെ തുടങ്ങുന്നിടത്ത് 2-ാമത്തെ വരിയായിട്ട് ആ സൂചകം കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ തരത്തിൽ പിന്നീട് വരുന്ന സംഭവങ്ങളെ മാസ്റ്റർ മഹാശയൻ സൂചനകളിലൂടെ തുടക്കത്തിൽ കുറേശ്ശെ അതായത് ഇൻട്രോ കൊടുത്താണ് പോകുന്നത്. അപ്പോൾ അതായത് പത്രഭാഷയിൽ പറഞ്ഞാൽ ബ്ലർബ് എന്ന് പറയും. അതായത് വായനക്കാരനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുടക്കത്തിലെ ഒരു സസ്പെൻസ് ഇട്ടാണ് ഓരോ ഘട്ടവും ആ എഴുത്തിൻ്റെ ഒരു ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കും. ഓരോ കാര്യങ്ങൾക്കും തുടക്കത്തിൽ ഓരോ ഇൻഡിക്കേഷൻസ് കൊടുത്തു, ഓരോരോ ഇൻഡിക്കേഷൻസ് കൊടുത്താണ് പിന്നീട് വരുമ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ആകാംക്ഷയെ വർദ്ധിപ്പിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ കുക്ക് സാഹിബും കേശവചന്ദ്രസേനും ഒത്ത് സ്റ്റീം ബോട്ടിൽ പോയതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വായനക്കാരൻ ഉടൻ തന്നെ ഒരു ആകാംക്ഷ, അത് ശരി, കുക്ക് സാഹിബിൻ്റെ കൂടെ ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴാണ് സ്റ്റീം ബോട്ടിൽ പോയത്, അവിടെ എന്താണ് സംഭവം, ഇതൊരു നമ്മൾക്കൊരു സസ്പെൻസ് ഇട്ട് തരികയാണ്, ഒരു ആകാംക്ഷ. അപ്പോൾ അതെപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാൻ നമ്മൾ വായിച്ചു പോകുന്നു. എത്ര രസകരമായിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ, ഈ ഒരു പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളുടെ കൺസ്ട്രക്ഷൻ എത്ര മനോഹരമാണെന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവും. അതുപോലെയാണ് ഈ എക്ടസിയുടെ കാര്യം, ഭാവാവസ്ഥയുടെ കാര്യവും വരുന്നത്. ഭാവാവസ്ഥ എന്ന് 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ട് ഇത് ഞാൻ പിന്നീട് അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉദ്വേഗം വളർന്നു. ഈ പിന്നീട് എപ്പോഴാണിത് അറിയുന്നത്? പിന്നീട് അറിഞ്ഞതാണ് ഈ വടക്ക് വശത്തെ വരാന്തയിൽ നരേന്ദ്രൻ്റെ പാട്ട് കേട്ടപ്പോൾ ഉണ്ടായ ആ ഭാവാവസ്ഥയെക്കുറിച്ചുള്ള പിന്നീട് വിവരിക്കുന്നത്. അത് വരുമ്പോഴേക്കും 3-ാമത്തെ തൃതീയ ദർശന സമയത്താണത് സംഭവിക്കുന്നത്. അപ്പം ഇതുകൊണ്ടാണ് ഈ ഡയറി എഴുത്തിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾ മാസ്റ്റർ രചനയ്ക്കായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇതുപോലെ ഓരോരോ ഈ സസ്പെൻസുകൾ ഒരുപാട്, ആ സസ്പെൻസായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വളർത്തിക്കൊണ്ടാണ് ഈ ഗോസ്പൽ ഇത് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഈ വചനാമൃത വായനയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിൽ വേണം അത്. അപ്പം ഇതിനകത്ത് ഇത് വരുന്നത്, വചനാമൃതം വായിക്കുമ്പോൾ ഇത്തരം കണക്ഷൻസ് നമ്മുടെ ഓർമ്മയിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ വചനാമൃതം ഒരു തവണ വായിക്കുന്ന ആൾക്ക് അത് വായിക്കാൻ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വചനാമൃതം പല ആവർത്തി വായിക്കണമെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കാര്യം. വചനാമൃതം ഒരു തവണ വായിക്കേണ്ട പുസ്തകമല്ല, വചനാമൃതം പലതവണ നിരന്തരം വായിക്കേണ്ട കാര്യമാണ്. ഈ നിരന്തരം വായിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൗന്ദര്യം, എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ആ ഓരോ കാര്യങ്ങൾ വിവരിക്കുമ്പോഴുള്ള ആ സൗന്ദര്യം എങ്ങനെയാണോ ഇതിനകത്ത് ഉൾച്ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ കൺസ്ട്രക്ഷൻ, ആ വാക്കുകളുടെ ആ സബ്ജക്റ്റിൻ്റെ ആ വിഷയത്തിൻ്റെ ആ ഓരോ വരികളിലൂടെ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇതൊന്നും അറിയാത്ത ഒരാളാണെന്ന് ആലോചിക്കണം. ഇതൊന്നും എഴുതിയിട്ട് ഒരു ലേഖനം പോയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാത്ത ആളാണ്. ആ ആളെയാണ് എഴുത്തിൻ്റെ ഇത്രയും വലിയ മൂല്യത്തിലേക്ക് ഉയർത്തുന്നത്. ഇത് സാധാരണ ആർക്കും പറ്റുന്ന കാര്യമല്ല. വലിയ എഴുത്തിൻ്റെ വലിയ എഴുത്തുകാരുടെ ഇത് പരിശോധിക്കുമ്പോൾ ഇത് മനസ്സിലാവും. എഴുത്തിൻ്റെ ഒരു വലിയ കൗശലമാണിത്. അതുകൊണ്ടാണ് വചനാമൃതം ഇത്രമേൽ വായിക്കപ്പെട്ടത്. കാരണം ഈ ഉദ്വേഗം വായനക്കാരിലേക്ക് അറിയാതെ വളരുകയാണ് ചെയ്യുന്നത്. അതാണ് ആ എഴുത്തിൻ്റെ ഒരു വലിയ ഘടനയായിട്ട് ഭഗവാൻ ഇത് ഭഗവാൻ പഠിപ്പിച്ചതാണ് മാസ്റ്റർ. അത് പിന്നെ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചതെന്നുള്ളതൊക്കെ ഇനി വരുന്നുണ്ട്, എങ്ങനെയാണ് മാസ്റ്റർ മഹാശയനെ ഭഗവാൻ ഇത് പഠിപ്പിച്ചതെന്ന്. അതേപോലെ കേശവചന്ദ്രസേൻ്റെ കാര്യവും ഇതുപോലെയാണ്. 1-ാം അധ്യായത്തിൻ്റെ പ്രഥമ ദർശനത്തിൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1-ാം അധ്യായത്തിൻ്റെ പ്രഥമ ദർശനത്തിൽ കേശവൻ്റെ കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏത് സ്റ്റീം ബോട്ടിൽ പോയ കാര്യമല്ല, അതല്ലാതെ തന്നെ കേശവന് സുഖമില്ലാതായെന്നും ഞാനിനി കൽക്കട്ടയിൽ പോയാൽ ആരുമായിട്ട് സംസാരിക്കും. നോക്കൂ, അവിടെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, ഈ വായനക്ക് ആദ്യമായി വചനാമൃതം വായിക്കുന്ന ആൾക്ക് ഏതാണ് കേശവൻ എന്ന് പോലും അറിയില്ല. കേശവചന്ദ്രസേനൻ എന്നൊന്നും അവിടെ എഴുതി വച്ചിട്ടില്ല, കേശവൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വായനക്കാരന് കേശവൻ ആരാണെന്ന് അറിയാൻ വയ്യാത്തൊരു വായനക്കാരനാണ് ഇതിൻ്റെ വായന ആദ്യമേ തുടങ്ങുന്നത്. അവിടെയാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയൻ എഴുതുന്നത് കേശവന് എന്തു പറ്റി എന്ന് പറയുമ്പോഴേ കേശവന് സുഖമില്ലാതായതിനെക്കുറിച്ചും കേശവൻ എന്തോ ഒരു വയ്യായിക വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. വായനക്കാരന് ഈ കേശവനെ അറിയില്ല. അതേസമയം മാസ്റ്റർ മഹാശയനും ഇത് കേട്ടു എന്ന് മാത്രമേ അപ്പോഴും പറയുന്നുള്ളൂ, ആദ്യ അധ്യായത്തിൽ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഞാനിനി
കൽക്കട്ടയിൽ പോകുമ്പോൾ ആരോട് സംസാരിക്കും കേശവന് സുഖമായില്ലെങ്കിൽ? എന്നിട്ട് കേശവൻ്റെ സുഖമാവാൻ വേണ്ടി കരിക്കും പഞ്ചസാരയും. അപ്പോൾ ഏതോ പ്രമുഖനായൊരു വ്യക്തിയാണ് അപ്പോൾ കേശവൻ ഇനി വരാൻ പോകുന്ന ആ കഥാപാത്രം എന്നുള്ളതിൻ്റെ ആ ഉദ്വേഗം വായനക്കാരിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് ഇനി കേശവൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഈ പഴയ കാര്യം ഈ കേശവനാണ് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഭഗവാൻ കരിക്കും പഞ്ചസാരയും നേർന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എത്ര കണക്ട് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഓരോ ഘട്ടവും കണക്ട് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാദ്യമായി ഒരാൾ എഴുതുകയാണെന്ന് ആലോചിക്കണം. ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾ ഇത് എഴുതുകയാണ്, വെറും ധ്യാനാവസ്ഥയിലാണ് ഇത് എഴുതുന്നത്. എഴുതിയ മാസ്റ്റർ മഹാശയൻ തന്നെ പറയുന്നു, ഞാനിത് എഴുതിയതല്ല, ഞാൻ എഴുതിയിട്ടേയില്ല, ഇതെൻ്റെ കഴിവോ ഞാൻ എഴുതിയതോ എൻ്റെ കാഴ്ചപ്പാടോ ഒന്നും ഇതിനകത്തില്ല, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണിത്. അപ്പോൾ അത് ഒരു ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മയിലേക്ക് എത്തുന്നതൊക്കെ കുറിച്ച് വെക്കും. അങ്ങനെയാണ് ആ കൺസ്ട്രക്ഷൻ നടന്നു പോകുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ട് എഴുതേണ്ടതാണോ ഇത് പിന്നെ എഴുതേണ്ടതാണോ എന്നൊന്നും മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഒരു ചിന്തയും ഇല്ല. മാസ്റ്റർ മഹാശയൻ ആ ധ്യാനാവസ്ഥയിൽ കിട്ടുന്നു, അത് ആദ്യമേ അങ്ങ് എഴുതി വെക്കുന്നു, പിന്നീട് തിരുത്തൊന്നുമില്ല, അത് ആദ്യമേ അങ്ങ് എഴുതി വെക്കുന്നു. അതിന് ഉപോത്ബലകമായി ഉപയോഗിക്കുന്നത് അന്നത്തെ ഡയറി ആണെന്ന് മാത്രം, അതിനകത്തെ ഇൻഡിക്കേഷൻസ് ആണെന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഘടനയിലേക്ക് എത്തുമ്പോൾ അത് അങ്ങ് എഴുതി പോവുകയാണ് ചെയ്യുന്നത്. അതായത് മാസ്റ്റർ മഹാശയൻ എഴുതി വച്ചിരിക്കുന്ന ഓർമ്മക്കുറിപ്പിൻ്റെ ചെറിയ ആ കുറിപ്പുകളിലൊന്നും ഇത്രയും വിപുലമായിട്ടില്ലെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം പിന്നീട് അറിയാതെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കേശവചന്ദ്രസേൻ്റെ കാര്യം ഇതുപോലെ പ്രഥമ ദർശനത്തിൽ പറഞ്ഞ പോലെ ഈ തരത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 36 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദർശന സമയത്താണ് പിന്നീട് കേശവചന്ദ്രസേനൻ രംഗത്ത് വരുന്നത്. അതാണ് ഇതിനകത്ത് 8ാമത്തെ ദർശനമാണ് കേശവചന്ദ്രസേൻ്റെ ആദ്യം രംഗത്ത് വരുന്നത്. അപ്പോൾ 8ാമത്തെ ദർശനം വരെ ഈ ഉദ്വേഗം വളർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 8ാമത്തെ ആ ദർശനമാകുമ്പോഴേക്കും നമ്മളും കേശവചന്ദ്രസേനെ കാണാനായിട്ട് അത്രയും ഭാഗ്യം ചെയ്ത ആ മനുഷ്യൻ ആരാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഇത്രയും പ്രിയപ്പെട്ടവൻ ആരാണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയോടു കൂടിയാണ് നമ്മൾ ഈ വായനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കേശവചന്ദ്രസേനെ കാണാനും അറിയാനുള്ള ഒരു വ്യഗ്രത വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പം എത്ര ലൈവായിട്ടാണ് മാസ്റ്റർ മഹാശയൻ ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് എഴുതപ്പെട്ട കാലഘട്ടം എത്രയോ, അതായത് ഏതാണ്ട് 100-100 വർഷങ്ങൾക്ക് അപ്പുറം ഇരുന്നാണ് ഇത് എഴുതുന്നത് എന്നാലോചിക്കും. അപ്പോൾ ആ തരത്തിൽ നമ്മളിവിടെ കുന്തലതയും അത് കഴിഞ്ഞ് ഇന്ദുലേഖയൊക്കെ വന്ന് കേരളത്തിൽ പോലും ഒരു എഴുത്തിൻ്റെ ഘട്ടം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഈ സന്ദർഭത്തിലായിരിക്കും ഇന്നത്തെ എഴുത്തിൻ്റെ ആ ഒരു ക്രിയേഷനിലേക്ക് ആ കാലഘട്ടത്തിൽ ഒരു അധ്യാപകൻ തൻ്റെ ക്രിയേറ്റിവിറ്റി, എഴുത്തിൻ്റെ ഘടനയെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വളരെ പ്രസക്തമായൊരു കാര്യം. ഇനി വരുന്നത് മാർച്ച് 6-നാണ്. അതായത് അടുത്ത ദിവസം 5-ാം തീയതി വന്നു, അതിന് മാർച്ച് 6-ന് അടുത്ത ദിവസം വീണ്ടും വരുന്നു. ഇതാണ് 4ാമത് ദർശനം. മാർച്ച് 6-ന് വരുമ്പോഴാണ് 4ാമത്. ആകെ 8 ദിവസമേ വന്നിട്ടുള്ളൂ. 36 ദിവസമായി പരിചയപ്പെട്ടിട്ട് 8 ദിവസമേ വന്നിട്ടുള്ളൂ. അതിൽ 4ാമത്തെ ദിവസമാണ് വീണ്ടും വരുന്നത്. മാർച്ച് 6-നാണ് പിന്നെ വരുന്നത്. ഈ അവസരത്തിലാണ് ഇതുവരെ കാണാത്ത ഒരു മുഖം ഭഗവാന്റെ കാണുന്നത് മാസ്റ്റർ മഹാശയൻ. ഇതുവരെ ഭഗവാനെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാം തകിടം മറിഞ്ഞു പോകുന്ന തരത്തിൽ പുതിയൊരു അനുഭവം ഭഗവാൻ നമ്മുടെ മാസ്റ്റർ മഹാശയന് കൊടുക്കുന്നത് ഈ 4ാമത്തെ ദർശന സമയത്താണ്. ഇപ്പം സാധാരണ എല്ലാവരും ചേർന്ന് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ ഭഗവാൻ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതാണ് ഈ 4ാമത്തെ ദർശനം. മാർച്ച് 6-ന് ഉള്ള 4ാം ദർശനത്തിൽ മാസ്റ്റർ മഹാശയൻ കടന്നു വരുമ്പോൾ കാണുന്നത്. ആ മാസ്റ്റർ മഹാശയൻ ആ മുറിയിലേക്ക് വരുമ്പോഴാണ്. അപ്പോഴാണ് നമുക്കൊക്കെ നല്ലോണം അറിയാവുന്ന മയിലിന് കറുപ്പ് കൊടുക്കുമ്പോൾ ആ സമയമാകുമ്പോൾ മയിൽ വീണ്ടും വരുമെന്നൊക്കെ ഭഗവാൻ തമാശ പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ ഇന്ന് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പറയുമ്പോൾ ഈ തമാശകൾ പറഞ്ഞ് ആ മുറിക്കകത്ത് ആളുകൾ തലതല്ലി ചിരിക്കുകയാണ് തമാശ കേട്ടിട്ട്. ഭഗവാന്റെ ആ തമാശയും രസകരമായ ആ അന്തരീക്ഷത്തിൽ എല്ലാവരും തലതല്ലി ചിരിച്ച് അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ്.
ഈ സന്ദർഭത്തിൽ പോലും മാസ്റ്റർ മഹാശയൻ അവിടെ വരുമ്പോൾ സഗൗരവമാണ്, ഭയങ്കര ഗൗരവത്തിലാണ് നിൽക്കുന്നത്. കാര്യം മാസ്റ്റർ മഹാശയന് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. താൻ ഇതുവരെ കണ്ട മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ മാസ്റ്റർ മഹാശയൻ സ്വയം വളർത്തിക്കൊണ്ടുവന്ന ഭഗവാനെക്കുറിച്ചുള്ള ഒരു രൂപഘടന മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉറപ്പിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെയാണോ അങ്ങനെയല്ല, എന്നാൽ ഇങ്ങനെയല്ലേ എന്നാൽ അങ്ങനെയല്ല എന്നുള്ള മട്ടിൽ ഒരു കൃത്യമായ രൂപഘടന കിട്ടാത്ത വിധം മാസ്റ്റർ മഹാശയന് ഭഗവാനെ മനസ്സിലാകുന്നില്ല. അതാണ് ആ ഗൗരവപൂർണമായ ഇത്രയും തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും വയനാപുരത്തിൽ അവിടെ എല്ലാവരും ചിരിക്കുന്നു എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് ആ ചിരിയുടെ കാര്യമെന്നും അവിടെ എത്രമാത്രമാണ് ഈ ആനന്ദ കമ്പോളം എന്നുള്ള വാക്കൊക്കെ അവിടെയാണ് ഉപയോഗിക്കുന്നത്. അതൊരു ആനന്ദ കമ്പോളം അവിടെ നടക്കുകയാണ്. അവിടെയാണ് ആ ആനന്ദ കമ്പോളത്തിലേക്കാണ് മാസ്റ്റർ മഹാശയൻ വളരെ സഗൗരവം, വളരെ ഗൗരവത്തോടു കൂടി, വളരെ സീരിയസ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ആ വളരെ ഗൗരവത്തോടെ ഇരുന്നിട്ട് മാസ്റ്റർ മഹാശയൻ്റെ മനസ്സിൽ അവിടെ നടക്കുന്ന ഒരു രംഗവും മനസ്സിൽ വരുന്നില്ല, ആ തമാശയൊന്നും മനസ്സിൽ കയറുന്നില്ല. പകരം മാസ്റ്റർ മഹാശയൻ അപ്പോൾ ആലോചിച്ചത് ഇന്നലെ സമാധി കണ്ടു, പിന്നെ അദൃഷ്ടപൂർണമായ പ്രേമാനന്ദം കണ്ടു, അതിൽ ആമഗ്നനായിരിക്കുന്ന ഭഗവാനെ കണ്ടു. ഇപ്പോൾ നോക്കിയപ്പോൾ ഇന്ന് സാധാരണക്കാരനെ പോലെ തലയറഞ്ഞ് ചിരിച്ച് തമാശ പറയുന്നു. മാസ്റ്റർ മഹാശയൻ ഇതാണ് ആകെ എന്താ പറയുക, ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു ഇതിലേക്ക് മാസ്റ്റർ മഹാശയൻ എത്തിപ്പോയി. അപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം മാസ്റ്റർ മഹാശയനെ തന്നെ ശകാരിച്ചതുമാണ്. ശകാരം എന്ന് പറയുന്നത് അതായത് നീ വലിയ അറിവുള്ളവനാണ് എന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കൽക്കട്ടക്കാരൊക്കെ ലക്ഷടിക്കാരാണ്, ഇത്തരം ശകാരങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞിട്ട് അത്രമാത്രം മാസ്റ്റർ മഹാശയൻ്റെ ആ ഈഗോയെ ഇടിച്ചിടിച്ച് കളഞ്ഞ് കൊട്ടി നല്ല തല്ലു കൊടുത്ത ഈഗോയെ മൊത്തം തകർത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൾ അതായത് നീ വലിയ അറിവുള്ളവനാണെന്ന് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ആ ഈഗോയെ മുഴുവൻ കളഞ്ഞിട്ട് തന്നോട് പെരുമാറിയ ആൾ തന്നെയാണോ ഇപ്പോഴീ തമാശ പറഞ്ഞ് അറിഞ്ഞു ചിരിക്കുന്നത്? മാസ്റ്റർ ഗൗരവം വിടാതെ നിൽക്കുക. അപ്പോഴാണ് ഭഗവാന്റെ ഒരു പരിഹാസം വീണ്ടും വരുന്നത്. രാംലാലേ നോക്കൂ, ഇയാൾക്ക് വയസ്സ് കുറച്ച് കൂടുതലല്ലേ എന്നൊരു സംശയം, അതാണ് ഇത്ര ഗൗരവം. ഇവരൊക്കെ ചിരിച്ചു മറിയുന്നു, ഇയാളാണെങ്കിലോ മിണ്ടാതിരിക്കുന്നു. രാംലാലിനെ വിളിച്ച് തമാശ പറയുകയാണ്. ഈ രാംലാലിനെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്, രാംലാലേ ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളയും. അപ്പോൾ തമാശയ്ക്ക് തൊട്ട് മുമ്പ് രാംലാലിനെ വിളിക്കും ഭഗവാൻ. അപ്പോൾ അത് മാസ്റ്റർ മഹാശയന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഭഗവാൻ പതുക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് 27 വയസ്സാണെന്ന് മാസ്റ്റർ മഹാശയൻ സ്വയം മനസ്സിലപ്പോൾ പറയുന്നുണ്ട്. തനിക്ക് 27 വയസ്സ്. അപ്പോൾ അവിടെ ഇരിക്കുന്നതിൽ പലരും ഈ ചെറുപ്പക്കാർ 19 വയസ്സൊക്കെ വന്ന നരേന്ദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, പല തരത്തിലുണ്ട്. പക്ഷെ തനിക്ക് 27 വയസ്സായി. അപ്പോൾ താൻ അപ്പോഴും തൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു ഘടനയെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ അവിടെ സ്വയം ഓർക്കുന്നതായിട്ട് മാസ്റ്റർ മഹാശയൻ തന്നെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് വൈകിട്ടായപ്പോൾ ചിലരൊക്കെ വീട്ടിലേക്ക് മടങ്ങി, ശേഷിക്കുന്നവർ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഹംസപുഷ്കരത്തിനടുത്ത് ശ്രീരാമകൃഷ്ണദേവൻ നിൽക്കുമ്പോൾ നരേന്ദ്രനും മാസ്റ്ററും അവിടെ സമീപത്ത് വന്നു. ആ ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ഹംസപുഷ്കരത്തിനടുത്ത് നരേന്ദ്രനും ഭഗവാൻ നിൽക്കുമ്പോൾ മാസ്റ്ററും നരേന്ദ്രനും കൂടെ അവിടെ വരുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി അടുപ്പിച്ചടുപ്പിച്ച് വരണം. ഇതിപ്പോൾ 4 ദർശനമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഏപ്രിൽ 26 എന്ന് പറയുന്നിടത്ത് മാർച്ച് 6 വരെയുള്ള ഫെബ്രുവരി 26 വന്നിട്ട് മാർച്ച് 6, ഇപ്പോൾ അത് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ, മാർച്ച് 6 വരെ ആയിട്ടുള്ളൂ. അപ്പോൾ പോലും ഭഗവാൻ പറഞ്ഞ് മാർച്ച് 6 വന്ന സമയത്ത് പോലും ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ഈ ആദ്യമായിട്ട് വരുന്നവരാണ് നിങ്ങൾ. അപ്പോൾ തുടക്കത്തിൽ വരുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടുപ്പിച്ച് വരണം. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പുതിയതായി വരുന്നവരല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ അടുപ്പിച്ച് വരണം എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ നരേന്ദ്രൻ മാത്രം പ്രതികരിച്ചു, മാസ്റ്റർ മഹാശയൻ പ്രതികരിക്കുന്നില്ല. മാസ്റ്റർ മഹാശയൻ്റെ ഒരു തമാശ, ഇതിനകത്ത് ഒരിടത്തും മാസ്റ്റർ മഹാശയൻ പ്രതികരിക്കുന്നതേയില്ല.
എല്ലാം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാസ്റ്റർ മഹാശയൻ ഈ വചനാമൃതത്തിലുടനീളം ആകെ പ്രതികരിച്ചത് ആദ്യത്തെ ആ 1-2 അധ്യായത്തിനിടയ്ക്കാണ്. 1-ാം അധ്യായത്തിലില്ല, 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമാണ്. ആ 2-3 അടി കിട്ടിയതോടുകൂടി പിന്നെ 86 വരെ ശബ്ദിച്ചിട്ടില്ല. 86 ആഗസ്റ്റ് 16 വരെ പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല ഭഗവാന്റെ മുന്നിൽ. വിനീത വിധേയനായി ഭഗവാൻ പറയുന്ന എല്ലാം ശിരസാ വഹിച്ചുകൊണ്ട് ഒരു സ്വനഗ്രാഹിയെപ്പോലെ അത് മുഴുവൻ ഉള്ളിലേക്ക് എടുത്തെടുത്ത് ഒരക്ഷരം മിണ്ടാതെ. അതാണ് കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചത്. ഞാൻ ഒരു മാസ്റ്റർ മഹാശയനെ കാണാൻ വരുന്നവരോട് മാസ്റ്റർ മഹാശയൻ പറയുന്നു എന്ന് പറഞ്ഞത്, ഒരു മഹാസാഗരത്തിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. ആ മഹാസാഗരത്തിൽ നിന്ന് 2-3 കുടം വെള്ളം മാത്രമാണ് ഞാൻ ഇവിടെ കോരിക്കൊണ്ട് വച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ മഹാസാഗരത്തിൽ നിന്നുള്ള 2-3 കുടം വെള്ളം മാത്രമാണ് ഇന്ന് ഈ വചനാമൃതം എന്ന നിലയിൽ നമ്മൾ വായിക്കുന്നത്. വെറും 2-3 കുടം. ഒരു മഹാസാഗരമായിരുന്നു അന്ന് ദക്ഷിണേശ്വരത്ത് അലയടിച്ചത്. അപ്പം അതിൻ്റെ ഒരു വൈപുല്യത്തെ ഇത്രയും ഭംഗിയായിട്ട് മാസ്റ്റർ മഹാശയനല്ലാതെ ആർക്കാണ് പറയാൻ പറ്റുക? അപ്പം തന്നെ നമുക്കറിയാം നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര ചെറുതാണെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ യഥാർത്ഥ വസ്തുത എത്ര വലുതായിരുന്നേനെ. ആകെ 4 വർഷത്തെ എഴുത്താണെന്നുള്ള സൂചനയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്, മാസ്റ്റർ മഹാശയൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, നരേന്ദ്രൻ മാത്രം പറഞ്ഞു ആട്ടെ ഞാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. അതിന് അയാൾ അത്രമാത്രം അങ്ങോട്ട് വഴങ്ങിക്കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രമിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ നരേന്ദ്രൻ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു സ്ഥിരമായി പോവുകയും അതിനകത്ത് ഇടപഴകുകയും ചെയ്യുന്ന ആളാണെന്ന് നേരത്തെ പറഞ്ഞു. അത് ഭഗവാനും അറിയാം. ഈ മാസ്റ്റർ മഹാശയനെയാണ് ഏൽപ്പിക്കുന്നത് ഈ നരേന്ദ്രനെ ഒന്ന് നോക്കി ഒന്നും പഠിച്ചിട്ട് ഒരഭിപ്രായം പറയാൻ. നോക്കൂ, നരേന്ദ്രൻ വന്നത് ഭഗവാൻ കൊണ്ടുവരുന്ന ആളാണ്. എന്നിട്ടും മാസ്റ്റർ മഹാശയനോട് പറയുകയാണ്, നീ ഒന്ന് നോക്കി അഭിപ്രായം പറയണം എന്നോട്. എത്രമാത്രമാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ ഇതിനകത്ത് ഒരു ചുമതലകളിലേക്ക്, തൻ്റെ ചുമതല ബോധത്തെ എത്ര സീരിയസ് ആയിട്ടാണ് ഭഗവാൻ അത് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാര്യം ഭഗവാൻ അറിയാം നരേന്ദ്രൻ ആരാണെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ആ ഒരു ഋഷിജന്മമാണത്. ആ ജന്മത്തെ അത് ഭഗവാന്റെ പാർഷദനായിട്ട് ജന്മം കൊള്ളുന്ന ആ അവതാരത്തിൻ്റെ ഭാഗമാണ് നരേന്ദ്രൻ. പക്ഷേ ഇവിടെ മാസ്റ്റർ മഹാശയനെയാണ് ഏൽപ്പിക്കുന്നത് പയ്യൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊന്ന് പറയണമെന്ന്. അതായത് ഈ പയ്യനെ ഒബ്സർവ് ചെയ്തിട്ട് അല്ലെ പഠിച്ചിട്ട് മാസ്റ്റർ മഹാശയൻ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് പറയുന്നത്. മാസ്റ്റർ മഹാശയനെ ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നരേന്ദ്രനെ പഠിക്കാൻ കേൾക്കുമ്പോൾ തോന്നും നരേന്ദ്രനെക്കുറിച്ച് പഠിച്ച് ഒക്കെ പറയാനായിരിക്കും. അതല്ല ശരി. മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ നരേന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഉൾക്കൊള്ളാനുള്ള ആ ഒരു കപ്പാസിറ്റി അതെത്രമാത്രമുണ്ട് എന്ന് ഭഗവാൻ പരീക്ഷിക്കുന്നതാണ് ഇതാദ്യം. അതുകൊണ്ടാണ് നരേന്ദ്രനെ തന്നെ പഠിച്ചു പറയാനായിട്ട് ഭഗവാൻ ആദ്യമേ പറയുന്നത്. എന്നിട്ടാണ് മാസ്റ്റർ പോയി വിവരമെല്ലാം തിരക്കിയിട്ട് നരേന്ദ്രൻ പറഞ്ഞ് താൻ ബ്രഹ്മസമാജ അംഗമാണെന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ അവിടെ മാസ്റ്റർ പിന്നീട് കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദിവസം തന്നെ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാസ്റ്ററോട് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വരാനായിട്ട് പറയുന്നത്. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ബൽറാം ബസുവിൻ്റെ വീട്ടിലേക്കാണ്. അതാണ് ഇനി കൽക്കട്ടയിലെ ഗൃഹസ്ഥ ഭക്തന്മാരിൽ ഓരോരുത്തരുടെ ആയിട്ട് വീടുകളിലേക്ക് ഭഗവാൻ തൻ്റെ എഴുത്തുകാരനെ നയിക്കാൻ പോവുകയാണ് അവിടേക്ക്. അപ്പോൾ ദക്ഷിണേശ്വരം വിട്ട് പുറമേ കൽക്കത്തയിൽ ഭക്തന്മാരുടെ വീടുകളിലേക്ക് വന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, അതായത് മാസ്റ്റർ മഹാശയനെ ഒരു ബോധം ഉണ്ടാക്കുക. എങ്ങനെയൊക്കെയാണ് ഈ തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തെ താൻ രൂപീകരിക്കാൻ പോകുന്നത്, ആ ലീലയിൽ, ഭഗവത് ലീലയിൽ എന്തൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ തുടക്കമാണ് ആദ്യമായിട്ട് ബൽറാം ബാസുവിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് മാസ്റ്റർ മഹാശയനെ നിർദ്ദേശിക്കുന്നത്.
അതാണ് 5ാമത്തെ ദർശനമായി വരുന്നത്. ഇപ്പോൾ 5ാമത്തെ ദർശനമാണ് വരുന്നത്. മാർച്ച് 11 ശനിയാഴ്ച, അത് 5ാമത്തെ ദർശനമാണ്. അങ്ങനെയാണ് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വരുന്നത്. അന്ന് ദോലായാത്ര ദിവസമാണ്. ഇതൊക്കെ വചനാമൃതത്തിൽ നമ്മളിത് നമുക്ക് അവിടെ നമ്മളത് വിശദമായി കണ്ടതാണ്. മാത്രമല്ല ബൽറാം ബസുവിൻ്റെ കഥ പറഞ്ഞ സമയത്ത് ഇതൊക്കെ നമ്മൾ ഈ ദോലയാത്രയുടെ കാര്യങ്ങളുമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെയാണ് വന്നത്. അപ്പോൾ ബൽറാം ബോസിനെ കുറിച്ച് കേട്ടപ്പോൾ മാസ്റ്റർക്ക് മനസ്സിലുണ്ടായൊരു ചിത്രം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. കാര്യം ആ വീട്ടിൽ വന്നാൽ എന്നെ കയറ്റുമോ, ഗേറ്റിനകത്ത് വലിയ ബംഗ്ലാവ്, വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട്, അതിനകത്തേക്ക് തന്നെ കയറ്റി വിട്ടാൽ തന്നെ ആരെങ്കിലും പരിഗണിക്കുമോ അല്ലെങ്കിൽ അതിനെ അനുവദിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായി. അപ്പോൾ ബൽറാം ബോസ് എന്നുള്ള ഒരാളെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നൊരു ചിത്രമാണത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് തിരിച്ചു ചെന്ന് പോകുന്നതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് മടങ്ങി വന്നിട്ട് ചോദിച്ചത്, ഞാൻ അവിടെ വന്നാൽ ഇവിടെ തന്നെ ഞാൻ കണ്ടാൽ പോരെ, ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, വന്നാലുള്ള പ്രശ്നം അവിടെ വന്നാൽ എന്നെ ആരെങ്കിലും പരിഗണിക്കുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ അകത്തോട്ടൊക്കെ കയറ്റി വിടുമോ. അപ്പോൾ ആ ബൽറാം ബസു എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ധാരണ മാസ്റ്റർ മഹാശയൻ എത്രമാത്രം വലുതായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ മാസ്റ്റർ മഹാശയൻ അവിടെ ചെന്നതിന് ശേഷം കണ്ട കാര്യം മാസ്റ്റർ മഹാശയൻ എഴുതിയപ്പോൾ എന്തു പറ്റിയത്, വീട്ടിൽ വന്നപ്പോൾ സംഭവിച്ചതോ, ഭഗവാന്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നൊരു ചിത്രം മാസ്റ്റർ മഹാശയൻ പിന്നീട് തൻ്റെ കുറിപ്പുകളിൽ എഴുതുന്നുണ്ട്. വചനാമൃതത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ബലരാമൻ ഒരു വേലക്കാരനെ പോലെ, കണ്ടാൽ ആരും കരുതില്ല അദ്ദേഹമാണ് ആ വീടിൻ്റെ കാരണവരെന്ന്. ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പ്രത്യക്ഷത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അവരുടെ ആ വിനീത വിധേയത്വത്തെ എങ്ങനെയാണ് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാസ്റ്റർ മഹാശയനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഈ ആളുകളെക്കുറിച്ച് ബൽറാം ബസുവിനെക്കുറിച്ചുള്ള ആ ധാരണകൾ മാറ്റി, അല്ലെങ്കിൽ അതുപോലെ ഇനിയും വരാൻ പോകുന്നവർ, ഇനിയും ഒരുപാട് പേർ വരാൻ പോകുന്നു, ആ ഓരോരുത്തരും വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി കാണേണ്ടി വരിക എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാഴ്ചയാണ് ബൽറാം ബസുവിൽ നിന്ന് തുടങ്ങുന്നത്. അങ്ങനെയാണ് വചനാമൃതത്തിൽ ആ തുടക്കം വരുന്നത്. ആ ഒരു 5ാമത്തെ ദർശനം മുതൽ വരുന്നത് അവിടെ വെച്ചാണ്. എന്നിട്ട് ഇതുവരെ മാസ്റ്റർ മഹാശയൻ ഭഗവാനോടൊപ്പം ഉള്ളവരെ പരിചയപ്പെട്ടതിൽ നരേന്ദ്രനെ മാത്രമാണ് ഇതുവരെ പരിചയപ്പെട്ടത്. ഇപ്പോൾ ബൽറാം ബസുവിൻ, അങ്ങനെ 2 പേരെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് കഴിയുമ്പോൾ 6ാമത്തെ ദർശനമാകും. 6ാം ദിവസം വരികയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാണെന്നാണ് പറയുന്നത്. അത് ആ ഡേറ്റ് ഡയറിയിൽ ആ ഡേറ്റ് കുറിച്ചിട്ടില്ല, എപ്പോഴാണ് വന്നതെന്നുള്ളത് കുറിച്ചിട്ടില്ല. 6ാമത്തെ ദർശനവും 7ാമത്തെ ദർശനവും അങ്ങനെ തന്നെയാണ്. വളരെ ലൈറ്റായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒരു വിവരണങ്ങളൊന്നും അതിനകത്ത് ആ 2 ദർശനങ്ങളും വളരെ വിവരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ ഈ 6ഉം 7ഉം 2 ദിവസവും കൂടെ കണ്ടതിനിടയിൽ ഏതാണ്ട് 30 ദിവസത്തിൽ കൂടുതൽ കടന്നു പോയിരിക്കുന്നു. ആദ്യമായി കണ്ടതിനും 30 ദിവസം കടന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ. ഈ 6ാമത്തെ ദർശനവും 7ാമത്തെ ദർശനവും എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് വളരെ ഒരു ഒഴുക്കം മട്ടിലാണ് പറഞ്ഞു പോയിട്ടുള്ളത് മാസ്റ്റർ മഹാശയൻ. അതായത് 6ാമത്തെ ദർശനം കഴിഞ്ഞ് 6ാമത്തെ ദർശനം മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ അത് ഹൃദയൻ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയൻ അവിടെ ഉണ്ടായിരുന്നതും പിന്നീട് ഹൃദയൻ പോകാനുണ്ടായ കാര്യമൊക്കെ മാസ്റ്റർ മഹാശയൻ അറിയാമായിരുന്നു. ഇതിനിടെ മാസ്റ്റർ മഹാശയൻ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ഈ 6ാമത്തെ ദർശനത്തിന് വന്നപ്പോൾ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മുഴുവൻ ഇദ്ദേഹം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഹൃദയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നെന്നും അയാൾ എങ്ങനെയാണ് അവിടെ നിന്ന് പോയതെന്നുള്ള തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് മുഴുവനും മാസ്റ്റർ മഹാശയന് കിട്ടിക്കഴിഞ്ഞു ഈ 6ാമത്തെ ദർശനത്തിനുള്ളിൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മുഴുവൻ എടുത്തു കഴിഞ്ഞു ഇതിനകം മാസ്റ്റർ മഹാശയൻ. അതിനുശേഷം ഭഗവാന് കഷ്ടപ്പാടായി എന്നുള്ളതൊക്കെ കാര്യങ്ങളെല്ലാം ഈ മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ വചനാമൃതത്തിലുണ്ടത്. അപ്പോൾ അതിപ്പം കഷ്ടപ്പാട് എന്നൊക്കെ ഇതിനകം മാസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് മാസ്റ്റർ ഓരോന്നും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു 6ാം അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ ഒരിടത്ത് ചെന്നാൽ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ആ പവർ ഭയങ്കരമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ പിന്നീട് ബലൂർ മഠത്തിൽ വന്ന് ഓരോ മുറിയിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ആ ദൃശ്യം പറഞ്ഞത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തെ വർണ്ണന മാത്രമല്ല, ആ സ്ഥലവുമായി ബന്ധപ്പെട്ടതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മുഴുവനും ഒറ്റയടിക്ക് സംഭരിക്കാനുള്ള ഒരു വലിയ കഴിവ് മാസ്റ്റർ മഹാശയനുണ്ട്.
അതാണ് മാസ്റ്റർ മഹാശയൻ്റെ എഴുത്തിൻ്റെ ആ എഴുത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു ആറാം ദർശനം നമ്മൾ ഉപകരിക്കുക. നോക്കൂ, ആ പൂർവ്വ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ആ ആൾ തയ്യാറെടുത്ത് കഴിഞ്ഞു സ്വയം. ഈ ഗ്രന്ഥരചനയ്ക്കൊന്നും ഈ പറയുന്ന ആറാം ദർശന സമയത്ത് സ്വപ്നത്തിൽ പോലും മാസ്റ്റർ മഹാശയൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ ഒരു ഗ്രന്ഥരചന. ഭഗവാന്റെ ഈ ദേഹത്യാഗത്തിന് ശേഷം 10-20 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥരചന അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇതിനകം കളക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് മുഴുവനും ഓരോന്നായിട്ട് മാസ്റ്റർ മഹാശയൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് ആ ആറാം ദർശനത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അതാണ് പിന്നീട് വരുന്നത് ക്രിസ്തു, അതായത് ഭഗവാൻ അവിടെ ആ പടിക്കെട്ടിലിരുന്നു കൊണ്ട്, ശിവക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിലിരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ക്രിസ്തീയർ മാതാവിനെ കാണുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ കാളി മാതാവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് ആ പടിക്കെട്ടിലിരുന്ന് പറയുന്നത് മാസ്റ്റർ മഹാശയൻ തൊട്ടടുത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം മാത്രമേ ഉള്ളൂ. അത് വളരെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മാസ്റ്റർ സമീപരുന്ന് കേൾക്കുന്ന പള്ളിയിൽ ഏത് വിധമാണെന്ന് കാണിച്ചു തരണേന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാളി മാതാവിനോട്. പള്ളിയിൽ ക്രിസ്തീയർ എങ്ങനെയാണ് ഈശ്വരനെ, മാതാവിനെ, അമ്മയെ എങ്ങനെയാണ് പള്ളിയിൽ പോയി അമ്മയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഒന്ന് കാണിച്ചു തരണേ എന്ന് ഭഗവാൻ ആ പടിക്കെട്ടിലിരുന്ന് പറയുന്നത് മാസ്റ്റർ മഹാശയൻ തൊട്ടടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഈ പള്ളിയിൽ പോയാൽ മടങ്ങി, ഇനി ഞാൻ ഈ പള്ളിയിലെങ്ങാനും പോയി ഇതിനകത്ത് പോയി ഇതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാൽ, മാസ്റ്റർ മഹാശയനെ ഈ ഭഗവാൻ ആത്മകഥം പറയുന്ന പോലെയാണ് ഇത് പറയുന്നത്, പക്ഷേ മാസ്റ്റർ മഹാശയന് കേൾക്കാം. ഇപ്പോൾ കാളിമാതാവിനോടാണ് പറയുന്നത്. ഈ ശിവക്ഷേത്രത്തിൻ്റെ പടിയിലിരുന്നുകൊണ്ട് കാളിമാതാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് നോക്കിയിരുന്നാണ് ഈ പറയുന്നത് മുഴുവനും. അപ്പോൾ ഞാനിനി പള്ളിയിൽ പോയിട്ട് മടങ്ങി വന്നാൽ ഈ ക്ഷേത്രത്തിലിരിക്കുന്നവർ എന്നെ ഇതിനകത്ത് കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കാര്യം അന്നത്തെ കാലം അതാണ്. അപ്പോൾ കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയുടെ വാതിൽക്കൽ വരെ നിന്ന് കാണിച്ചാലും മതി. ഇതാണ് ഭഗവാന്റെ കാളിമാതാവിനുള്ള അഭ്യർത്ഥനയാണ്. പള്ളിയുടെ വാതിൽക്കൽ കൊണ്ട് എന്നെ കാണിച്ചു തന്നാൽ മതി. ഇതും മാസ്റ്റർ മഹാശയൻ കുറിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ. അപ്പോൾ ആ ദിവസത്തിൻ്റെ കൂടുതൽ വിവരമൊന്നും മാസ്റ്റർ കുറിച്ച് വെച്ചിട്ടില്ല. ഈ ഒരു കാര്യം മാത്രമാണ്. പിന്നീട് മാതാവിൻ്റെ ചിത്രം, കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രം പിന്നീട് കാണുന്നുണ്ട്. ദക്ഷിണേശ്വരത്ത് തൊട്ടടുത്തുള്ള ഇത് മല്ലികൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ സ്വീകരണ മുറിയിൽ അത് കാണുന്നതൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഇതിന് അതാണ് ഇൻഡിക്കേഷൻസ്. പിന്നെയും ആദ്യമേ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇട്ട് തരും. പിന്നീടാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് പോകുന്നത്. അല്ല, ഭഗവാൻ ഈ രണ്ട് ഹിന്ദു മതത്തിൻ്റെ മാത്രമല്ല, ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയൊക്കെ ആ എക്സ്പീരിയൻസ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ആ ഒരു പറയാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അത് പറയാനിരിക്കുകയാണ്. അപ്പോൾ പറയാനിരിക്കുന്ന ഒരു കാര്യത്തെ അത് ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഇത് നേരത്തെ നടന്ന സംഭവങ്ങളാണ്, അതുകൊണ്ട് പറയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പം തന്നിരിക്കുന്നത്. ഈ ആറാം ദർശനത്തിനിടയിൽ അതിൻ്റെ ഒരു സൂചന തന്നിട്ട് അങ്ങ് പോയി. അതവിടെ തീർന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും തോന്നുന്നു, അപ്പോൾ എങ്ങനെയാണെങ്കിൽ പള്ളിയിൽ പോയി കാണുമോ ഭഗവാൻ, പള്ളിയിൽ പോകുന്നുണ്ടോ, ഇതൊക്കെ അപ്പം നമ്മുടെ ഉള്ളിലൊരു ആകാംക്ഷ വളർന്നു. ഇതാണ് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പറയുന്നത് വീണ്ടും ഒരു ദിവസം വന്നു എന്നാണ്. അതും ഡേറ്റൊന്നും, അതാണ് ഏഴാമത്തെ ദർശനം വരുമ്പോൾ വീണ്ടും ഒരു ദിവസം എന്നേ പറയുന്നുള്ളൂ. ആ ഡേറ്റൊന്നും അതിന് പ്രാധാന്യമില്ല. ആ ദിവസത്തിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ അത് പ്രത്യേകിച്ച് അത് പ്രാധാന്യത്തോടെ എഴുതിയിട്ടുമില്ല. അപ്പോൾ അന്ന് ഈ ഏഴാം ദർശനത്തിന് വരുമ്പോൾ കൂട്ടുകാരൻ ഒരാളെ കൂടെ കൊണ്ടുവരുന്നുണ്ട്, കാളികൃഷ്ണനെയും കൂടെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, കാളികൃഷ്ണൻ ചോദിച്ചു എവിടെ പോകും? അത് ഞാനൊരു നല്ല മദ്യശാലയിലേക്ക് പോവുകയാണ്, അവിടെ നല്ല തരം മദ്യം കിട്ടും, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞ് നിനക്ക് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞാണ് ഈ കാളികൃഷ്ണനെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നത്. ഈ കാര്യം ഭഗവാനോട് പറയുന്നുണ്ട്. പിന്നെ ദക്ഷിണേശ്വരത്ത് വന്നിട്ട് ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, മദ്യശാലയിൽ പോകുന്നതെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും തീയതി വ്യക്തമാക്കിയിട്ടില്ല, കാരണം അതിന് അത്രയും പ്രാധാന്യമുള്ളൂ. ഈ ദിവസങ്ങളിലെ സന്ദർശനത്തിന് പ്രത്യേകിച്ച് ഒരു സംഭവം എടുത്ത് പറയുന്നുമില്ല, അതുകൊണ്ടായിരിക്കാം. 1882 ഏപ്രിൽ 2 ഞായറാഴ്ചയാണ് 8ാമത്തെ ദർശനം വരുന്നത്. അതാണ് ഈ ആദ്യഘട്ടം. നമ്മൾ ഈ വചനാമൃത രചനയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇവിടെയാണ് വരുന്നത്. അതാണ് 1882 ഏപ്രിൽ 2 ഞായറാഴ്ച. അതായത് 36ാമത്തെ ദിവസം എത്താറായി, 36ാമത്തെ ദിവസമായി. 8ാമത്തെ ദർശനം കമലക്കുടിയിലെ കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ ആണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വചനാമൃതത്തിലെ അധ്യായം ഇതിൽ ഏപ്രിൽ 1882 ഏപ്രിൽ 2 ഞായറാഴ്ച എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ശ്രീരാമകൃഷ്ണന് കേശവനോടുള്ള സ്നേഹം, ദേവിക്ക് നേർച്ച എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള ഭാഗം അത് നമ്മൾ വായിക്കുന്നതാണ്.
അപ്പം അവിടെയാണ് ഒരു കേശവചന്ദ്രസേനനെ നമ്മൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞ കേശവൻ ഇതാ ഇവിടെയാണ് കയറുന്നു വരുന്നത്. ഇവിടെ വെച്ചാണ് കേശവചന്ദ്രസേനൻ ആദ്യമായിട്ട് നമ്മുടെ ഫ്രെയിമിൽ, ഇപ്പോൾ സിനിമാ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഈ ഭാഗത്താണ്. കേശവൻ അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തിന് സുഖമില്ലാതായതുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങി നല്ല ഗെറ്റപ്പിൽ ആ മുറിയിലേക്ക് കടന്നു വരുന്ന കേശവചന്ദ്രസേനൻ്റെ ചിത്രം ഇവിടെ വെച്ചാണ് വായനക്കാർക്ക് ബോധ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒന്ന് കേശവനെ ആണ് ആദ്യം അവതരിപ്പിക്കുന്ന ഭാഗം എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെയാണ് ഭഗവാൻ ഒരു പ്രത്യേക കാര്യം കേശവചന്ദ്രസേനൻ്റെ മുന്നിൽ വെച്ച് വളരെ രൂക്ഷമായിട്ട് പറയുന്നത് ഇവിടെ വെച്ചാണ്. എന്താണ് പറയുന്നത്? കേശവനോട് പറയുന്നത്, നീ ഇവനോട്, അതായത് മാസ്റ്റർ മഹാശയനോട്, അതായത് നരേന്ദ്രനോട് അല്ല മഹേന്ദ്രഗുപ്തയോട് നീ ഒരു കാര്യം ചോദിക്കണം. എന്താണ് ചോദിക്കുന്നത്? ഇത്രയും ദിവസമായിട്ട് 1 മാസത്തിലേറെയായി എൻ്റെ അടുത്ത് ഇവൻ വന്നിട്ടേയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നീ ചോദിക്കണം. ഏത് മാസ്റ്റർ മഹാശയന് മുമ്പിൽ ഇരിപ്പുണ്ട്, കേശവചന്ദ്രസേനൻ വന്നിട്ടുണ്ട്. മാസ്റ്റർ മഹാശയൻ കേശവചന്ദ്രസേനെ കാണുന്ന രംഗം ഇതാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആദ്യത്തെ ഇവർ തമ്മിലുള്ള ദർശനം ആദ്യമല്ല, കാരണം കേശവചന്ദ്രസേനൻ്റെ മരുമകളെയാണ്, ഒരു വകയിൽ മരുമകളെയാണ് മാസ്റ്റർ മഹാശയൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, നികുഞ്ചാദേവി. അത് കേശവചന്ദ്രസേനൻ്റെ ബന്ധത്തിൽപ്പെട്ടൊരു മരുമകളാണ്. അതുകൊണ്ട് ഇവർക്ക് ആ റിലേഷനുള്ളവരാണ്. പക്ഷേ നമ്മൾ വചനാമൃതത്തിൻ്റെ ഘടനയിൽ ആദ്യമായി ഇവർ തമ്മിൽ പരസ്പരം കാണുന്നത് ഇവിടെ വെച്ചാണ്. അവിടെ വെച്ചാണ് ഭഗവാൻ കേശവചന്ദ്രസേനോട് പറയുന്നത്, 1 മാസത്തോളമായി ഇവൻ എന്നെ കാണാൻ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു താമസമുണ്ടായത് എന്ന് കേശവചന്ദ്രസേനോടാണ് ചോദിക്കാൻ പറയുന്നത്. അതാണ് ഹംസപുഷ്കരത്തിൻ്റെ അവിടെ വെച്ച് ഭഗവാൻ ആദ്യമേ 6-ാം ദിവസം സൂചിപ്പിച്ചതാണ്, നീ കൂടെ വരണം, നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾ കൂടെ വരണം, വരാതിരിക്കരുത് എന്ന് ഉപദേശിക്കുന്നത് 6-ാം ഹംസപുഷ്കരണിയിൽ അവിടെ വെച്ചാണ്. അപ്പോൾ ആ 4-ാം ദർശന സമയത്ത് അന്ന് സൂചന കൊടുത്തതാണ് ഭഗവാൻ കൂടെ വരണമെന്ന്. പക്ഷേ 1 മാസത്തെ 30 ദിവസത്തിൽ കൂടുതലായി ഈ മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് വരികയോ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഈ ആദ്യഘട്ടത്തിൽ കാണുന്നത്. ഈ ഒരു ഗ്യാപ്പ് മാത്രമാണ് ഇവർ തമ്മിലുണ്ടായ ഏറ്റവും വലിയ ഗ്യാപ്പ്. ഭജനാമൃതത്തിൻ്റെ ആ 4 വർഷത്തോളമുള്ള രചനയ്ക്കിടയിലെ ഏറ്റവും വലിയൊരു ഗ്യാപ്പ്, ഒരു പരിധിവരെ ഒരു വലിയ ഗ്യാപ്പ് പ്രകടമാകുന്ന ഏക സന്ദർഭവും കൂടെ ഇതാണ്. അതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത. അത് ഭഗവാൻ നേരിട്ടല്ല, തൊട്ടടുത്തിരിക്കുന്ന മാസ്റ്റർ മഹാശയനോട് നേരിട്ടല്ല ചോദിക്കുന്നത്, മറിച്ച് കേശവനോട് ചോദിക്കാനാണ് പറയുന്നത്. ഇതാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ ആ കഥാമൃത എഴുത്തുകാരനെ പരിപാകപ്പെടുത്തുന്നതിൻ്റെ ഓരോരോ ഘട്ടത്തിലും ഭഗവാൻ ഉപയോഗിക്കുന്ന ഓരോരോ പ്രത്യേക തരത്തിലുള്ള അപ്രോച്ച് എന്ന് നമുക്ക് പറയാം, ഒരു സമീപനം. എങ്ങനെയാണ് ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ സമീപനമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ രീതിയിലാണ് ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ എഴുത്തുകാരനെ കൊണ്ടുപോവുകയാണ്. നമ്മളിത് വായിക്കുമ്പോൾ മാസ്റ്റർ മഹാശയൻ ഇത് എഴുതി എന്നുള്ള ഇതിൽ നമ്മൾ റിവേഴ്സ് പ്രോസസ്സിലാണ് ഇപ്പോൾ ഇത് കാണേണ്ടത്. ഈ എഴുത്തുകാരനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഭഗവാന്റെ പക്ഷത്തു നിന്നാണ് നമ്മൾ മാസ്റ്റർ മഹാശയനെ നോക്കി, ഈ എഴുത്തിനെ നോക്കി കാണുന്നത്. ഈ എഴുത്തുകാരനെ എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഓരോ ഘട്ടമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വളരെ നിസ്സാരമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നം, ഒരുപാട് പലതരത്തിലുള്ള ഇടപെടലുകൾ ഭഗവാൻ തന്നെ നേരിട്ട് മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകുന്നത് നമുക്കിനിയും അടുത്ത സന്ദർഭത്തിൽ ഇത് കൂടുതൽ ഇതെങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഇത് രൂപപ്പെടുത്താൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കിനി തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് കാണാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. എന്തോ
ഭയങ്കര നിരീക്ഷണമാണ്. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം.